പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഒരു ഗോപ്രോ വാങ്ങിച്ചു. ജഗുവിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഗോപ്രോ 8 ബ്ലാക്ക്. അപ്പോൾ അത് നമ്മൾ ജഗു നമ്മളത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. പൊളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. നമ്മൾ എന്താ പറയുക, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാമറനെ കൈകാര്യം ചെയ്യാൻ പോകണം കേട്ടോ. കവറ് കവറിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതൊരു കോംബോ ഓഫറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ സാധനം ഇരിക്കുന്നു, നമുക്ക് ഇതിനുള്ളിൽ എടുക്കാം. ഇതിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. 35,000 രൂപയാണ് ഇതിൻ്റെ വില. ബില്ല് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതേ ഈ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതേ 35,000 രൂപ അതിന് നമുക്ക് ബില്ല് വന്നോളതിന്. അപ്പോൾ നമുക്ക് ഇവിടെ ജഗുണ് നമുക്ക് പറഞ്ഞു തുറക്കുന്ന വിധം. ഉള്ളിൽ നിന്ന് എടുക്കണു. ഇതാണ് മുതൽ. തുറക്കുമ്പോൾ ഒരു ഇത്, പിന്നെ ഒരു പുസ്തകം, പിന്നെ ഇതിലുള്ളത് ഒരു സാൻഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് 32 GB. പിന്നെ ഒരു ഇത് ഒരു ബാറ്ററി. ഇത് ഇളകാണ്ടിരിക്കാൻ 2 ബാറ്ററി ഉണ്ട് കേട്ടോ. 2 ബാറ്ററി ഉണ്ട്. പിന്നെ ഒരു സ്റ്റിക്ക്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ക്യാമറ, പിന്നെ ഇതൊന്ന് മൂരിയെടുക്കാം നമുക്ക്. ഇതേ സാധനം എൻ്റെ കയ്യിൽ എത്രയ്ക്കുണ്ടോ? എൻ്റെ കയ്യിലുള്ളൂ, ജഗുവിൻ്റെ കയ്യിലുള്ളൂ. തിരിയുള്ള സാധനം. പിന്നെ ഈ സാധനം ഒരെണ്ണം തന്നിട്ടുണ്ട്, വലിപ്പം കൂട്ടി. ഇങ്ങനത്തെ സാധനം തന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, ഇതില് നമ്മുടെ തലയിലൊക്കെ കെട്ടി നടക്കാനുള്ള സാധനം, സെറ്റ് ചെയ്യാവുന്നത് സാധനം. ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല ഇത് എങ്ങനെയാന്നുള്ളത് നോക്കട്ടെ. ഇതിലേ ബാറ്ററി ഇടുന്ന വിധം നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ബാറ്ററി ആദ്യം ഈ മോൾ വശമുണ്ട്, ഇതിവിടെ നിന്ന് വെറുതെ നിന്ന് ഞാക്കാം. അപ്പം ഇതിങ്ങനെ തുറക്കാൻ പറ്റും. കണ്ട, ബാറ്ററി ഇടുമ്പോൾ ആദ്യം മെമ്മറി കാർഡ് ഇട്ടിട്ട് വേണം ബാറ്ററി ഇടണമെങ്കിൽ. കണ്ട, ഇതിങ്ങനെ ഈ സൈഡിൽ ഒരു കുഞ്ഞൊരു പഴുതുണ്ട്, ആയിരിക്കില്ല. ഇട്ടിട്ട് ബാറ്ററി ഉണ്ടാ ഇങ്ങനെ ബാറ്ററിയുമ്പോൾ ഒരു വലിക്കാൻ്റെ ഒരു പിടുത്തൊക്കെ ഉണ്ട്. എപ്പോഴായാലും ബാറ്ററി ഇടുന്നതിന് മുമ്പ് മെമ്മറി കാർഡ് ഇടണം, ഫിറ്റായി. ഇനി ഇതിങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം സെറ്റായി. ഇനി ഓണാക്കൽ ഈ സൈഡിൽ ഒരിതുണ്ട് കണ്ട, അതൊന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണായി. ഇനി പ്ലേ ആക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ചോപ്പ് റൗണ്ട് ഉണ്ട്. പ്ലേ ആയി ഷൂട്ട് ചെയ്യാം. സൈക്കിളിൽ നിന്ന് ചവിട്ടി പടി വരുന്ന ചവിട്ടിയിട്ട് നിന്ന് നോക്കിയേക്കാം എങ്ങനെയുണ്ട് നോക്കണ്ട നമുക്ക്. ഞാനും ജഗ് മൂടിയിട്ടാ കയറിക്കില്ല. ജഗ് മുന്നില്ലേട്ടാ. ജഗുവിനെ വെച്ചിട്ട് സൈക്കിളിൽ ഓട്ടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ. ജഗു വലിപ്പം വെച്ച് തുടങ്ങി. ഭംഗിണ്ട കുഴപ്പമില്ലേ. നമുക്ക് ഈ സാധനം പിടിച്ച് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. കനലില്ലോ സാധനം.
കനണ്ടെങ്കിൽ കുഴപ്പമുള്ളോ? ഒരനക്കും ഉണ്ടാവില്ല. നല്ല മഴ പെയ്തു പിന്നെ. വിജയൻ ഇതിനെ പറ്റി ഇന്നലെ പറഞ്ഞല്ലോ. പടി വരെ ഒന്ന് പോയിട്ട് നമുക്ക് നോക്കിയേക്കാം. വിജയ് ഗോഡാന്ന് അങ്ങനെ ജഗിനി മുന്നിലിരിക്കില്ലേ, ഞാൻ ഒറ്റയ്ക്ക്. എൻ്റെ ഓടുമ്പോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാ. ഇതിന് ഗോപ്രോ നല്ല വൈഡായിട്ട് കിട്ടും. കയറ്റം ഇനി ഇവിടുന്ന് അവിടെ വരെ ഇപ്പം നമ്മൾ ഫ്രണ്ട് എടുത്തില്ല. ഇനി ഇവിടുന്ന് ഇതിൽ തന്നെ നമുക്ക് ഞങ്ങളിലെ കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഉണ്ണി ഫോർക്കലല്ലേ അതിനോട് പറയത്തി. നമുക്ക് അത് തിരിച്ച് അങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ജഗു ചേട്ടന്മാരോടേക്ക് കളിക്കാൻ പോവുക. നമ്മുടെ ചെടികളൊക്കെ കേട്ടോ അടിപൊളിയായി കളിക്കില്ലേ. വഴിക്കലുണ്ടേട്ടാ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈക്കും വെച്ച് നോക്കാം. ഇനിയും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുന്നില്ല. സൈക്കിൾ എടുക്കാം. 4 മിനിറ്റ് ആയില്ലേ? കൊണ്ടുപോകും. 4 മിനിറ്റ്. നമ്മുടെ തോട്ടിലൊക്കെ നിറയെ വെള്ളമായി. അച്ഛനായിട്ട് നടന്നു പോട്ടെ. അമ്മോടെ ഇറച്ചിരിക്കുന്നുണ്ട്. അമ്മ അറിയത്തിരിക്കുന്നു. ചായ കുടിക്കുന്നത് ഇത് എന്താ ഇത് അങ്ങനെ കാണാത്ത എല്ലാവരും കാണുന്നില്ല. കാണില്ല. എവിടെ പോവാ? വീട്ടിൽ പോവാ. നമുക്ക് നടക്കാം, ഓടാം. ഞാനോടാം. ഇവിടെ നീളം വെപ്പിക്കേട്ടാ. നല്ല നീളത്തിലാക്കാം. ചെമ്പരത്തിപ്പൂ. വീടെത്തി. ഇനി ഇപ്പോൾ സൈക്കിള് കഴിഞ്ഞു, നടത്തം കഴിഞ്ഞു. ഇനി നോക്കിയാൽ ഇതിങ്ങനൊരു സാധനം തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് വെറുതെ കറങ്ങി നോക്കാം ബൈക്കുമേ. അപ്പോൾ കണ്ട ഈ സാധനം കണ്ട നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് തലയിൽ നിന്ന് ഫിറ്റ് ചെയ്യാം. ടൈറ്റ് ആയിട്ട് ഒരു ഹെൽമെറ്റ് വയ്ക്കണമല്ലോ. ഇനി നമുക്ക് ബൈക്കുമ്പിലൊന്ന് പോയിട്ട് വരാം.
ബൈക്കിൻ്റെ ശബ്ദം ശല്യം എന്തോരം ഉണ്ടെന്ന് അറിയാം നമുക്കിപ്പോൾ. നമ്മുടെ ഗേറ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്യാം. ഐറ്റം റോഡ് ബൈക്കുമ്മ കാണുമ്പോൾ അല്ല ബൈക്കുമ്മ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ബൈക്കുമ്മ, അത് കാറ് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ബൈക്കുമ്മ യാത്ര ചെയ്യാൻ പറ്റിയതാണ് നമുക്കറിയാലോ. ഇപ്പോൾ പിന്നെ ശബ്ദം വലിയൊരു കാര്യമില്ല. ശബ്ദം മറ്റവർക്ക് കേൾക്കാണ്ട് വരണ്ടോ നമുക്കറിയാലോ. ഇത്തിരി നീ കഴിഞ്ഞാൽ കപ്പകളെ കപ്പകളുണ്ടാ. നമ്മുടെ അടുത്തോട്ട് നമ്മൾ കമ്പി പിടിക്കുന്നുള്ള വഴിയിട്ടാ. നമ്മളടുത്ത് പീടിക്കുക ആ ഷട്ടർ ഇട്ടത്, ചെറിയ ഷട്ടർ ഇട്ടത് നമ്മളെ അടുത്തോട്ട് തിരിയുന്നു. മീൻ ചൂണ്ടിയിട്ട് അവൾക്ക് ഒരു മീൻ കിട്ടി. എന്തൊരു പൊടി മീൻ കിട്ടിയേ? ആമ്പോ എന്തൊരു മീൻ. അപ്പോൾ നീ മീൻ ചൂണ്ടാൻ പഠിച്ചു അല്ലേ? നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അങ്ങനെ ബൈക്കുമേലും ഷൂട്ട് ചെയ്തു. രണ്ടുപേരുടെ കിടക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പിൽ നമ്മളിതിൽ ഷൂട്ട് ചെയ്തു. ഇത് സാധനം ഇത്രയ്ക്ക് പോന്നാൽ ഇത് മഴയത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു മറ്റൊരു ചില്ലിൻ്റെ കൂട് കിട്ടും. അത് വാങ്ങിച്ചിട്ടില്ല, അത് വാങ്ങിക്കണം. അത് ഇപ്പോൾ സരിത ഓൺലൈനിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആമസോണിലല്ലേ സരിത പറഞ്ഞ അറിയില്ലേ, ഞാൻ നോക്കിയിട്ടില്ല. അതിൽ കിട്ടും എന്തായാലും ഒന്നും നമുക്ക് കിട്ടില്ല, വരുന്നില്ല. അപ്പോൾ നമുക്ക് അതും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ നമുക്കിത് ഓണാക്കാം, ഓഫാക്കാം, 4K ഷൂട്ട് ചെയ്യാം. ഇത്രയും നമുക്ക് അറിയില്ലോ. 4K ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്ററി ആയിട്ട് നിൽക്കട്ടെ. 6 മിനിറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ 6 GB പോവും. അതാണ് നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടിയേട്ടാ. അപ്പോൾ നല്ല കനുള്ള മെമ്മറി കാർഡ് വേണ്ടി വരുന്ന അർത്ഥം. കനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മെമ്മറി ഉള്ളത്, പിന്നെ നല്ല മെമ്മറി കാർഡ് ഉപയോഗിക്കുക, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് പറയില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ ആള് പുലിയാണ് ശരിക്കും, ഗംഭീര സാധനമാണ്. ഇതെപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. എത്ര ഈസി ആയതിനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറയും, കൊണ്ട് ഓടി നടക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നിർത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില 35,000 രൂപ കേട്ടോ. വേറെ ഒന്നും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.